വെൽക്കം ബാക്ക് ടു RACSS KATAMERI. ഒരു കോവിഡ് കാല ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിൽ ആദ്യത്തെ ഒരു ക്ലാസ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒന്നുകൂടിയുള്ള തുടർച്ചയായ ഒരു ക്ലാസ്സാണ് ഞാനിവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേര് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അപ്പോൾ കുറച്ചും കൂടി ലളിതമായിട്ട് നമുക്ക് ആ ചാപ്റ്റർ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ കുറേ ആളുകൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം എന്താ, +1 പഠിച്ചതാണ്, അത് പരീക്ഷ എഴുതിയതാണ്. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് എല്ലാവരും ഉണ്ടാവുക. വിക്ടേഴ്സ് ചാനൽ കണ്ട് നല്ല ശ്രദ്ധിച്ച കുട്ടികൾക്ക് കുറച്ചൊരു പ്രയാസം തോന്നിയിട്ടുണ്ടാകാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റിൽ നമ്മൾ റിലേഷൻസ് പഠിച്ചത് തന്നെ ഒന്ന് റിവൈസ് ചെയ്യുന്നു. Consider two sets. A is equal to set 1, 2. B is equal to set 3, 4. Then A cross B is equal to set of ordered pair 1, 3, 1, 4, 2, 3, 2, 4. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Which of the following are relation from A to B? Which of the following are relation from A to B? First one, R is equal to 1, 3, 1, 4. Yes, it is a relation from A to B. Since 1, 3 belongs to A cross B, 1, 4 belongs to A cross B, so it is a relation from A to B. Second one, R is equal to 1, 3, 2, 4. Yes, 1, 3 belongs to A cross B, 2, 4 belongs to A cross B, so it is a relation from A to B. Third one, R is equal to 1, 3, 1, 4, 2, 5. ഈ 2, 5നെ നമുക്ക് A ക്രോസ് ബിയിൽ കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? 5 ബിയിലില്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ റിലേഷൻ ഫ്രം A to B. ഇപ്പോൾ ഫസ്റ്റ് റിലേഷനാണ്, സെക്കൻഡ് റിലേഷനാണ്, തേർഡ് റിലേഷൻ അല്ല. എന്തുകൊണ്ട് റിലേഷൻ അല്ല എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, 2, 5 എന്നുള്ളൊരു ഓർഡേഡ് പെയർ നമുക്ക് A ക്രോസ് ബിയിൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് പറയാം, ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് A ക്രോസ് ബിയിലെ എലമെൻസേ വന്നിട്ടുള്ളൂ എങ്കിൽ റിലേഷനാണ്. A ക്രോസ് ബിന്ന് പുറത്തുള്ള ഏതെങ്കിലും ഓർഡേഡ് പെയർ വന്നിട്ടുണ്ടെങ്കിൽ റിലേഷൻ അല്ല. അപ്പോൾ ഡിഫൈൻ റിലേഷൻ നമുക്ക് പറയാൻ പറ്റും. ഡെഫിനിഷൻ A and B are two non-empty sets, then a relation from A to B is a subset of A cross B. A and B are two non-empty sets, then a relation from A to B is a subset of A cross B. അപ്പോൾ നമുക്ക് പറയാം R സബ്സെറ്റ് ഓഫ് A ക്രോസ് B. ഡിഫൈൻ റിലേഷൻ വെച്ചാൽ കൃത്യമായൊരു ഡെഫിനിഷൻ എല്ലാവരും അറിഞ്ഞിരിക്കണം. എന്താണ്? A and B are two non-empty sets, then a relation from A to B is a subset of A cross B or R subset of A cross B. ഇതേ ക്വസ്റ്റ്യൻ എക്സാമിന് വന്നിട്ടുണ്ട്. A തന്നു, B തന്നു, ഇങ്ങനെ ഒരു 4 എണ്ണം തന്നിട്ട് which of the following is not a relation from A to B എന്ന് പറഞ്ഞ് പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ A ക്രോസ് ബിയിൽ ഇല്ലാത്ത, അല്ലെ എയിലോ ബിയിലോ ഇല്ലാത്ത ഏതെങ്കിലും ഒരു എലമെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് റിലേഷൻ ആവില്ല. എല്ലാ എലമെൻറ്റും എയിലും ബിയിലും ഉള്ളതായിരിക്കണം, പുറത്തുള്ളത് വരാൻ പാടില്ല. അപ്പോൾ ക്ലിയർ ആണ്. ഡിഫൈൻ റിലേഷൻ എന്ന് വെച്ചാൽ കൃത്യമായി എല്ലാവരും മനസ്സിലാക്കുക. A and B are two non-empty sets, then a relation from A to B is a subset of A cross B.
പിന്നെ +1 സെറ്റ് തിയറിയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയുന്നു, ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. Phi subset of A cross B. ഇത് സെറ്റ് തിയറിയിൽ പഠിച്ചതാണ്. നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. സബ്സെറ്റ് ഓഫ് A cross B എല്ലാം റിലേഷൻസ് ആണ്. Therefore, phi is a relation known as empty relation. Phi is a relation known as empty relation. വീണ്ടും നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. Every set is a subset of itself. A cross B is subset of A cross B. Therefore, A cross B is a relation known as universal relation. Known as universal relation. ഫൈയും എ ക്രോസ് ബിയും എല്ലായ്പ്പോഴും ഒരു റിലേഷനാണ്. അപ്പോൾ ഇതിനെ പ്രത്യേകമായിട്ട് നമുക്കൊരു പേര് വിളിക്കാം, ട്രിവിയൽ റിലേഷൻസ്. ട്രിവിയൽ റിലേഷൻസ് ആണ്. കാരണം ഏത് റിലേഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം എഴുതാൻ പറ്റുന്ന റിലേഷൻ ഫൈ ആണ്, രണ്ടാമത് എഴുതാൻ പറ്റുന്ന റിലേഷൻ എ ക്രോസ് ബി ആണ്. അപ്പോൾ ഇതിന് നമുക്ക് ട്രിവിയൽ റിലേഷൻ എന്ന് വിളിക്കാം. ട്രിവിയൽ എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ്, ഒന്നും ആലോചിക്കാതെ എഴുതാൻ പറ്റുന്നതുകൊണ്ടാണ് അതിനെ ട്രിവിയൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളെ സെറ്റ് എന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് പോയിന്റ്സ് ഞാൻ പറയുന്നു, അത് നമുക്കിവിടെ ആവശ്യമുണ്ട്. ഒന്നാമത്തത്, if a set has n elements, it has 2n subsets. നമ്മൾ +1 ക്ലാസ് പഠിച്ചതാണ്. If a set has n elements, it has 2n subset എന്ന് പഠിച്ചിട്ടുണ്ട്. അടുത്ത നിങ്ങൾ പഠിച്ചത് number of A cross B is equal to number of A into number of B എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് A cross B is equal to 2m എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഒരു സെറ്റിൽ n എലമെന്റ്സ് ഉണ്ടെങ്കിൽ 2n ആണ്. n of A equal to m, n of B equal to n. അപ്പോൾ നമ്പർ ഓഫ് A cross B is equal to m into n ആയിരിക്കും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് A cross B is equal to 2m into n ആണ്. സബ്സെറ്റ് ഓഫ് A cross B എന്ന് പറഞ്ഞാൽ റിലേഷനാണ്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വരും. നമ്പർ ഓഫ് റിലേഷൻ ഫ്രം A to B is equal to 2m into n. Remember, number of relation from A to B is equal to 2m into n. Okay. അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ആദ്യം റിലേഷൻ എന്താണെന്ന് പഠിച്ചു. അതിൻ്റെ ഡെഫിനിഷൻ എല്ലാവരും മനസ്സിലിങ്ങനെ പറഞ്ഞു നോക്കണം. A and B are two non-empty sets. Then a relation from A to B is a subset of A cross B. രണ്ട് ട്രിവിയൽ റിലേഷൻസ് ഉണ്ട്. ഒന്ന് ഫൈ ആണ്, എംറ്റി റിലേഷൻ എന്നാണ് അതിൻ്റെ പേര്. രണ്ടാമത് A cross B ആണ്, അതിൻ്റെ പേര് യൂണിവേഴ്സൽ റിലേഷൻ എന്നാണ്. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് പഠിച്ചു. ഇഫ് n of A equal to m, n of B equal to n, then the number of relation can be made from A to B is equal to 2m into n എന്ന് പഠിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇത് ആൾറെഡി +1 പഠിച്ച് നമ്മൾ എക്സാം എഴുതിയതാണ്, പുതുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് പുതിയൊരു ടേം പഠിക്കുന്നു, R on A. ഇവിടെ B ഇല്ല, A മാത്രമേ ഉള്ളൂ. റിലേഷൻ ഓൺ A means relation
from A to B, relation from A to A. R on A means relation from A to A. അപ്പോൾ R on Aയിലാണ് ഇനി കംപ്ലീറ്റ് ഡെഫിനിഷൻസ് വരുന്നത്. ശ്രദ്ധിക്കുക, റിലേഷൻ ഫ്രം എ ടു ബി ഇനി നമ്മൾ പഠിക്കുന്നില്ല. റിലേഷൻ ഓൺ എ മാത്രമേ പഠിക്കുന്നുള്ളൂ ഇനി. പ്ലസ് സെക്കൻഡ് ഇയറിൽ ആർ ഓൺ എ മാത്രമേ ഉള്ളൂ, ആർ ഫ്രം എ ടു ബി ഇല്ല. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ വിക്ടേഴ്സ് ക്ലാസ് കേട്ട് സംശയമുള്ളവർക്ക് ഇപ്പോൾ മനസ്സിലായിക്കോളാം. ടൈപ്സ് ഓഫ് റിലേഷൻസ് നിങ്ങൾ ആൾറെഡി ചാനൽ കണ്ടതാണ്. ഒന്ന്, ഫസ്റ്റ് വൺ, റിഫ്ലെക്സീവ് റിലേഷൻ. ഡെഫിനിഷൻ ശ്രദ്ധിക്കുക. A relation R on A is reflexive. A relation R on A is reflexive. Every element of A, every element of set A must be related to itself. A relation R on A is reflexive. Every element of A അല്ലെങ്കിൽ every element of A belongs to A must be related to itself നമുക്ക് പറയാൻ പറ്റും. അതാണ് ഡെഫിനിഷൻ. ഡെഫിനിഷൻ കേട്ടാൽ ഒന്നും മനസ്സിലാവില്ല. ദാറ്റ് ഈസ്, ഇതിനെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം. A belongs to R for all A belongs to A. എയിലുള്ള എല്ലാ എലിമെൻറ്റും അതിനോട് തന്നെ നിർബന്ധമായും റിലേറ്റഡ് ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. ഓർ ഇങ്ങനെയും പറയാം, A related to A for all A belongs to A. ഇതാണ് റിഫ്ലെക്സീവ് റിലേഷൻ്റെ ഡെഫിനിഷൻ. കൃത്യമായി മനസ്സിലാക്കുക. A relation R on A is reflexive. ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ every element of A belongs to A must be related to itself. ഓരോ എലമെൻറ്റും അതിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, A belongs to R for all A belongs to A. എയിലുള്ള എല്ലാ ഓർഡേഡ് പേരും കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാവണം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, A related to A for all A belongs to A. ഇതാണ് ചാനൽ പറഞ്ഞ ഡെഫിനിഷൻ. ഇതിപ്പോൾ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ കുറേ ആൾക്ക് ഡൗട്ട് ഉണ്ട്, ഇതെന്തായി പറഞ്ഞതെന്നുള്ളത്. ആ ഡെഫിനിഷൻ കൃത്യമായി വായിച്ചതിന് ശേഷം നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഞാൻ ഒരു സെറ്റ് എഴുതുന്നു. A is equal to 1 2 3 4 5 1 2 3 4 മതി. എന്നിട്ട് പറയാണ് state the following. State the following relations are reflexive or not on A. എയിൽ താഴെ തന്നിരിക്കുന്ന റിലേഷൻസ് റിഫ്ലെക്സീവ് ആണോ അല്ലയോ എന്ന് പറയുക എന്നാണ് ക്വസ്റ്റ്യൻ. എയിലാണ്, ഓൺ എ ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ എഴുതുന്നു, R is equal to 1 1. ഇത് 2 ആണ്, സോറി, 1 2 3 4 ആണ്. 2 2 3 3 1 4. എല്ലാ എലമെൻറ്റും എയിലുള്ളതാണ്. ഒരു എലമെൻറ്റ് പോലും എക്ക് പുറത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് റിലേഷനാണ്. റിഫ്ലെക്സീവ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക അല്ല എന്നാണ്. കാരണം ഡെഫിനിഷൻ എന്താ അറിയോ, എവരി എലമെൻറ്റ് ഓഫ് എ ബിലോങ്സ് ടു എ മസ്റ്റ് ബി റിലേറ്റഡ് ഇറ്റ് സെൽഫ്. ഓരോ എലമെൻറ്റും നിർബന്ധമായും അതിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. ഇവിടെ നിങ്ങൾ നോക്ക്, 1 1 റിലേറ്റഡ് ആണ്, ഓക്കെ ആണ്. 2 2 റിലേറ്റഡ് ആണ്, 3 3 റിലേറ്റഡ് ആണ്. പക്ഷെ 4 4 ഇല്ല. ഓരോ എലമെൻറ്റും അതിനോട് തന്നെ നിർബന്ധമായി റിലേറ്റഡ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ 4 4 ഇല്ല. അതുകൊണ്ട് ഈ റിലേഷൻ റിഫ്ലെക്സീവ് അല്ല. അപ്പോൾ നമുക്കിവിടെ എഴുതാം, R is not reflexive. കാരണം എന്താ, സിൻസ് 4 4 not belongs to R ആണ്. 4 4 ഇല്ല. ഓരോ എലമെൻറ്റും അതിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 6 ഇല്ല.
4 4 ഇല്ല. അതുകൊണ്ട് ഈ റിലേഷൻ എന്തല്ല, റിഫ്ലക്സീവ് അല്ല എന്നാണ് ഇത് മനസ്സിലായത്. രണ്ടാമത് ഞാൻ എഴുതുന്നു R is equal to 1 1 2 2 3 3 4 4 1 2 2 1 ഇങ്ങനെയാണുള്ളത്. ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണോ എന്നാണ് രണ്ടാമത്തെ ചോദ്യം. യെസ് എന്ന് പറയാം. 1 റിലേറ്റഡ് ടു 1 ആണ്, 2 റിലേറ്റഡ് ടു 2 ആണ്, 3 റിലേറ്റഡ് ടു 3 ആണ്, 4 റിലേറ്റഡ് ടു 4 ആണ്. എക്സ്ട്രാ ഉണ്ടായിക്കോട്ടെ, അത് പ്രശ്നമില്ല. എയിലുള്ള എലമെന്റ് പുറത്തു പോയിരുന്നാൽ മതി. എയിലല്ലാത്ത എലമെന്റ് വന്നാൽ റിലേഷൻ ആവില്ല. അപ്പോൾ ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണ്. കാരണം എന്താ, ഓൾ ദി എലമെന്റ്സ് മസ്റ്റ് ബി റിലേറ്റഡ് ഇറ്റ് സെൽഫ്. എല്ലാ എലമെന്റും അതിനോട് തന്നെ ഇവിടെ എന്തായിട്ടുണ്ട്, റിലേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാം യെസ് യെസ് R ഈസ് റിഫ്ലക്സീവ്. ഏതെങ്കിലും ഒരു എലമെന്റ് മിസ്സായി പോയാൽ മതി, റിഫ്ലക്സീവ് ആവില്ല. ഇവിടെ 1 1 വന്നിട്ടുണ്ട്, 2 2 വന്നിട്ടുണ്ട്, 3 3 വന്നിട്ടുണ്ട്, 4 4 വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ എന്താണ്, റിഫ്ലക്സീവ് റിലേഷൻ ആണ് എന്നാണ് മനസ്സിലായത് അല്ലേ. വേറെ ഒരെണ്ണം ഞാൻ എഴുതുന്നു, ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത്. R is equal to 1 1 2 2 3 3 4 4. കറക്റ്റ് എലമെൻ്റേ ഉള്ളൂ. ഇതിലൊന്ന് കുറഞ്ഞാൽ റിഫ്ലക്സീവ് ആവില്ല. അപ്പോൾ കറക്റ്റ് 4 4 വരെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണ്. ഇവിടെ എക്സും വൈയും ഈക്വൽ ആണ്. എക്സും വൈയും ഈക്വൽ ആണെങ്കിൽ +1 ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് y ഈക്വൽ ടു എക്സ് ആകുമ്പോൾ ഐഡൻറ്റി ഫംഗ്ഷൻ എന്നാണ് പഠിച്ചത്. അപ്പോൾ ഈ റിലേഷൻ നമുക്കെന്ന് വിളിക്കാം, ഐഡൻറ്റി റിലേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഇത് റിഫ്ലക്സീവ് ആണ്. ഇതിനൊരു പേരുണ്ട്, ദിസ് റിലേഷൻ ഈസ് നോൺ ആസ് ഐഡൻറ്റിറ്റി റിലേഷൻ. അവിടെ വീണ്ടും എഴുതാം നമുക്ക്, ഓൾ ദി ഐഡൻറ്റിറ്റി റിലേഷൻസ് ആർ റിഫ്ലക്സീവ്. ഞാനിവിടെ എഴുതുന്നു, ഓൾ ദ ഐഡൻറ്റിറ്റി റിലേഷൻസ് ആർ റിഫ്ലക്സീവ്. എല്ലാ ഐഡൻറ്റിറ്റി റിലേഷനും എന്താണ്, റിഫ്ലക്സീവ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു സെറ്റ് തന്നിട്ട് ഒരു റിഫ്ലക്സീവ് റിലേഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി, ഐഡൻറ്റിറ്റി റിലേഷൻ എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ പഠിച്ചത് ടൈപ്സ് ഓഫ് റിലേഷൻസ് സെക്കൻഡ് ഇയർ ടോപ്പിക്സ് ആണ്, +1 അല്ല. അതിൽ ഫസ്റ്റ് വൺ റിഫ്ലക്സീവ് റിലേഷൻ. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, എ റിലേഷൻ R on A is reflexive. Every element of A belongs to A must be related itself. ഓരോ എലമെൻറ്റും നിർബന്ധമായും അതിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. ഏതെങ്കിലും ഒന്ന് മിസ്സായാൽ റിഫ്ലക്സീവ് ആവില്ല. അതിന് പകരം എഴുതിയതാണ് A belongs to R for all A belongs to A. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ഇത് വായിക്കേണ്ടത് A related to A for all A belongs to A എന്നാണ്. അപ്പോൾ ഈ ഡെഫിനിഷൻ ക്ലിയർ ആവാത്ത കുട്ടികൾക്കാണ് എക്സാമ്പിൾ കൂടി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. A equal set 1 2 3 4. State the following relations are reflexive or not on A. R is equal 1 1 2 2 3 3 1 4. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്, 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഇല്ല. 4 4 ഇല്ലെങ്കിൽ റിഫ്ലക്സീവ് ആവില്ല. അപ്പോൾ ഫസ്റ്റ് റിലേഷൻ റിഫ്ലക്സീവ് അല്ല. രണ്ടാമത് ക്വസ്റ്റ്യൻ, R is equal 1 1 2 2 3 3 4 4 1 2 2 1. എക്സ്ട്രാ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാ എലമെൻറ്റും അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് R റിഫ്ലക്സീവ് ആണ്. അപ്പോൾ അവിടുന്ന് വേറെ ഞാൻ എഴുതി 1 1 2 2 3 3 4 4. കറക്റ്റ് 4 എലമെൻ്റ് ഉണ്ട്, 4 ഓർഡേഡ് പെയറുണ്ട്. അപ്പോൾ ദിസ് റിലേഷൻ ഈസ് നോൺ ആസ് ഐഡൻറ്റിറ്റി റിലേഷൻ. എക്സും വൈയും ഈക്വൽ ആയാൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഐഡൻറ്റിറ്റി റിലേഷൻ. ഓൾ ദി ഐഡൻറ്റിറ്റി റിലേഷൻസ് ആർ എന്താണ്, റിഫ്ലക്സീവ് ആണ്. അപ്പോൾ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇങ്ങനെയാണ് ചോദിക്കുന്നത്, A is equal to set of 1 2 3 4 5. എന്നിട്ട് പറയാണ്, write an example of reflexive relation on A. അപ്പോൾ ഏറ്റവും നല്ലത് ഐഡൻറ്റിറ്റി റിലേഷൻ അങ്ങ് എഴുതലാണ് നല്ലത്. എന്നാൽ വളരെ ഈസി ആയിരിക്കും. R is equal to 1 1 2 2 3 3 4 4 5 5
എല്ലാ എലിമെൻറ്റും അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്. അപ്പോൾ റിഫ്ലെക്സീവ് റിലേഷൻ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ എന്ത് എഴുതിയാൽ മതി? ഐഡൻറ്റിറ്റി റിലേഷൻ എഴുതിയാൽ മതി. അപ്പോൾ 5 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിർബന്ധമായും 5 ഓർഡേഡ് പെയർസ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ബോർഡ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇഫ് എ സെറ്റ് ഹാസ് n elements, then what is the minimum number of ordered pairs in a reflexive relation? ഒരു സെറ്റിൽ n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിഫ്ലെക്സീവ് റിലേഷനിൽ മിനിമം എത്ര ഓർഡേഡ് പെയർസ് ഉണ്ടായിരിക്കണം എന്നാണ് ചോദിച്ചത്. ഒരു സെറ്റിൽ 5 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിഫ്ലെക്സീവ് റിലേഷനിൽ മിനിമം 5 ഓർഡേഡ് പെയർസ് ഉണ്ടായിരിക്കണം. അതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാനിവിടെ എഴുതുന്നു. If a set has n elements, if a set has n elements, then the minimum number of ordered pairs, in a reflexive relation is n. ഓർമ്മിക്ക, എക്സാമിന് 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. If a set has n elements, then the minimum number of ordered pairs in a reflexive relation is n ആണ്. അപ്പോൾ ഔദ്യോഗികമായി നമ്മുടെ ഈ വർഷത്തെ ക്ലാസ് തുടങ്ങി. നമ്മുടെ ഒന്നാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. റിലേഷൻസിൽ നമുക്ക് 4 ടൈപ്പ് റിലേഷനാണുള്ളത്. അതിൽ റിഫ്ലെക്സീവ് റിലേഷൻ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ സിമ്മട്രിക് റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻ, ഇക്വലൻസ് റിലേഷൻ ഇത് 3 പഠിക്കുന്നതാണ്.